മലയാളത്തിലൊരു നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്ലേസ് ആവണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. പുള്ളി അന്നൊക്കെ മീശമാധവൻ അഭിനയിക്കുന്ന സമയത്ത് 2 വർഷമായി പുള്ളി നാട്ടിൽ പോയിട്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ പുള്ളി നമ്മൾ കുറച്ച് ക്യാഷ് തന്നു വിടുമ്പോൾ അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഫാമിലി വന്ന് കളക്ട് ചെയ്ത് വന്നു. അൽഫോൺസ് പുത്രൻ്റെ അടുത്ത് പറയണം സാറിന് ആള് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അതൊന്നും നോക്കണ്ട, പരിപാടിയും കയറും, സംഭവം സെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സിനിമ നായകനായിട്ട് എന്നാലും ഒളിമ്പിനാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ആങ്സൈറ്റി എപ്പോഴെങ്കിലൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതെന്തോ പാളിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ ഇത് പ്രശ്നമാണല്ലോ എന്ന് പറയാൻ വെച്ചാൽ നീ അതൊന്നും നോക്കണ്ട, നീ നിന്റെ കാര്യം കറക്റ്റായിട്ട് നോക്കാൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛനായിരുന്നു. എൻ്റെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന അച്ഛനാണ്, എല്ലാ കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്തുന്ന അച്ഛനാണ്. എന്താ പറ്റി അച്ഛന് എനിക്ക് ഡേറ്റ് തന്ന്, എനിക്ക് 15 ദിവസം ഷൂട്ടിൻ്റെ ഡേറ്റ് തന്ന്, ഡേറ്റ് വരെ മാർക്ക് ചെയ്തിട്ട് മറ്റന്നാൾ തിരിക്കേണ്ട ദിവസം ഇന്ന് വിളിച്ചിട്ട് വേണ്ടാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. മോഹൻലാൽ എന്ന നടനെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഒരു പില്ലറിൽ ഇതിൽ കൈയും വെച്ചിട്ട് സീൻ പേപ്പർ വായിക്കുന്നതാണ്. കറക്റ്റ് ഡ്രസ്സ് ഓർമ്മയുണ്ട്, അതായത് നിലാപ്പൈതിലെ പാട്ടിന് തൊട്ട് മുമ്പുള്ള എന്തോ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. ആ ഡ്രസ്സിലാണ് വിളിക്കുന്നത്. പ്രോൺസ് ഒക്കെ അവർ അതേപോലെ വേവിച്ച് ഇങ്ങനെ കൊണ്ടുവയ്ക്കും, ബട്ട് സ്റ്റിൽ അത് കഴിച്ചു നോക്കും. ഞാൻ തിയേറ്ററിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റി എന്നെ കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു, എനിക്കതൊക്കെ മറക്കാൻ പറ്റില്ല. പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഒരു നോട്ടം, നീ ഞാൻ തന്നെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. വെൽക്കം. തിരിച്ചുവരവുകൾ എപ്പോഴും ഗംഭീരമാണ്. അരുണാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അരുൺ കുമാർ, സ്വാഗതം. താങ്ക് യു. ഈ തിരിച്ചുവരവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അരുൺ എന്നുള്ള പേര് പറയുമ്പോൾ എല്ലാവരും ഒളിമ്പ്യൻ ആന്റണി യാദവ്, ഒളിമ്പ്യൻ എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും അന്നോട്ട് ഇന്ന് വരെയും പരിചയപ്പെടുന്നത്. അപ്പൊ ഇനിയും എനിക്ക് തോന്നുന്നു ആ ഒരു ഷെല്ലങ്ങ് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ മറ്റേ ഹൈഡ്രോഫോളിക് കുട്ടേട്ടനുണ്ട്, മനു പി സദാശിവൻ. അതെ, ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ കുറെ പാടുപെട്ടല്ലേ. നമ്മളിപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ചെയ്ത ഒളിമ്പ്യൻ എന്നുള്ള ക്യാരക്ടർ അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് അതിൽ തന്നെ നിൽക്കുന്നത്. അതിനുശേഷവും ഞാൻ ഒരുപാട് സിനിമ ചെയ്തു, ഇഷ്ടംപോലെ സിനിമ നായകനായിട്ട്, എന്നാലും ഒളിമ്പ്യനാണ്. ഇപ്പൊ പിന്നെ വാഴയിൽ വന്നപ്പോ കുറെയൊക്കെ കുട്ടേട്ടനായി. ഈ വാഴ ടീം വിപിൻ ദാസുമായിട്ടുള്ള സൗഹൃദം എങ്ങനെ? കാരണം മുത്തുഗൌല് ഉണ്ട്, വ്യസന സമയത്തിലുണ്ട്. ഈ ഒരു സൗഹൃദം എങ്ങനെ? നേരത്തെ തന്നെ അറിയുന്ന ടീമാണ്. വിപിൻ ചേട്ടന് ഞാനും സെക്കൻഡ് കസിൻസ് ആയിട്ട് വരും. അപ്പം പുള്ളി ആദ്യകാലത്ത് സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് പുള്ളിയുടെ മനസ്സിൽ വന്ന സമയം തൊട്ട് ഞാനുമായിട്ടാണ് അന്നോട്ടേ സംസാരിക്കുന്നതും ഡിസ്കഷൻ എല്ലാം വന്നത്. നമ്മൾ അതിന് മുമ്പ് 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. വിപിൻ ചേട്ടൻ ഡയറക്ട് ചെയ്ത 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഞാനായിരുന്നു ഹീറോ, മറ്റൊന്നിൽ അജു ചേട്ടനായിരുന്നു ഹീറോ ആയിട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ മുത്തുഗൌലേക്ക് എത്തിയതും. അങ്ങനെ ആ ഒരു ജേർണി ഇപ്പോഴും റിലേറ്റീവ്സ് ആണ് ആക്ച്വലി. റിലേറ്റീവ്സ് കം കോ വർക്കേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു സിനിമ ഭയങ്കര കണക്റ്റഡ് ആയ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ റിലേഷൻ വെച്ചിട്ടല്ല, സിനിമയായിരുന്നു നമ്മളെ കണക്ട് ചെയ്തത്. സിനിമയാണ് കണക്ട് ചെയ്തത്. ഒളിമ്പ്യൻ ആന്റണി യാദവ് എന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂവിയുടെ ഒരു ലിസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകൾക്കും ഇടയ്ക്ക് കൃത്യമായ ഇടവേളകൾ വരുന്നത് കാണാറുണ്ട്. 1 വർഷം അല്ലെങ്കിൽ ചിലത് 2 വർഷം 3 വർഷം വരെ ഉണ്ട്. അല്ലെന്ന് ചിലപ്പോൾ റിലീസ് ആവുന്ന താമസിച്ചായിരിക്കാം. ഒരു കണ്ടിന്യൂസ്ലി സിനിമ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് വരുന്ന ഒരു ബ്രേക്കുകൾ സംഭവിക്കുന്ന ഒരു റീസൺ. ഞാൻ ഏകദേശം ഒരു 10-60 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തിലൊരു 2 പടം മിനിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സിനിമ വിട്ട് മാറി നിൽക്കുക, എനിക്ക് തോന്നുന്നു 1 വർഷം എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് 1-2 വർഷം സ്റ്റഡീസ് കാര്യങ്ങളായിട്ടും എനിക്ക് കൺവിൻസിങ് ആവാത്ത എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് വരാത്തതുകൊണ്ട്, കൺവിൻസ് ആവുന്ന പ്രോജക്റ്റ് വരാത്തത് കൊണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തില്ല സത്യം. എപ്പോഴും കണ്ടിന്യൂസ്ലി സിനിമ വന്നിട്ടുണ്ടല്ലേ? ശരിക്കും ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് വിനീത് കുമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട്. ഇവർക്ക് ആ ഒരു മാസ്റ്റർ എന്നുള്ളൊരു പേര് ബ്രേക്ക് ചെയ്ത്, ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് ബ്രേക്ക് ചെയ്ത് ഒരു നായകനാവുക, അല്ലെന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴും മാസ്റ്റർ എന്നുള്ള പേരില്ല, അയ്യോ ആ കുട്ടിയല്ലേ, ആ ഒരു ഇമേജ് ആളുകളുടെ മനസ്സിൽ നിന്ന് പോകില്ല തോന്നിയിട്ടുണ്ടോ? അത് മാസ്റ്റർ എന്നല്ല, മിക്കവാറും ഉള്ള കുറെ ആക്ടേഴ്സിനെ നമ്മൾ നോക്കി അറിയാം. അവര് ഒരു ഇപ്പൊ ഒളിമ്പ്യൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കാണുന്നത് എല്ലാവരും പറഞ്ഞതറിയവും
ഞാൻ കാണുന്നതും അതെനിക്ക് ഭയങ്കര ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ സിനിമയിലെ ഏറ്റവും കീ എലിമെന്റ്, ആ സിനിമ കണ്ട ആൾക്കാർക്ക് ആരും മറക്കാത്തൊരു ക്യാരക്ടർ. ഇതേപോലെ നമ്മളിപ്പം ഈ പ്രായത്തിലാണ് ഞാൻ അതേപോലെ ഒരു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്തെങ്കിലും ആ ക്യാരക്ടർ വെച്ചായിരിക്കും നമ്മൾ കുറെ കാലം അറിയപ്പെടുന്നത്. നമ്മൾ ഇനി എത്ര സിനിമ ചെയ്താലും അത് ആ ക്യാരക്ടറിന്റെ ഒരു പവറാണ്. എനിക്ക് ആ ഒളിമ്പ്യനിൽ അത് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു സംഭവം പിന്നെ വരണം, ആൾക്കാർ ഭയങ്കരമായി നോട്ടീസ് ചെയ്യുന്നത്, അത് കുറച്ച് പാടാണ്. ഇതേപോലെ ഇപ്പം വാഴ കിട്ടിയത് കൊണ്ട് വാഴയിൽ കുട്ടേട്ടന്റെ ക്യാരക്ടർ നോട്ടീസ് ചെയ്തതും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറെ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ നമ്മൾ നോട്ടീസ് ചെയ്തതും വലിയൊരു സംഭവമായി. ഈ അത് ഓഫ് കോഴ്സ് പ്രൗഡ് മൂവ്മെന്റ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത്രയും പടം ചെയ്ത നായകനായി എന്നിട്ടും എപ്പോഴും പണ്ട് കുഞ്ഞിലെ ചെയ്ത ഒളിമ്പ്യന്റെ പേരിൽ വരുന്നു, അതൊന്ന് ബ്രേക്ക് ചെയ്യാം, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും വന്നിട്ടുണ്ടോ? ഹീറോ വരെ ആയല്ലോ, ഹീറോ വരെ ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല. അയ്യോ അതിന്റെ പേര് തന്നെയല്ലോ ഇപ്പോഴും അറിയുന്നതെന്നുള്ളതില്ല. പക്ഷെ എനിക്ക് ഈ എലിമെന്റ് അറിയാം. കാരണം നമുക്ക് അതിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് നോട്ടീസ് ചെയ്യുന്ന വലുത് ഒരു ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇത്രയും കാലവും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യുമ്പോഴും കുറച്ച് നല്ല രീതിയിൽ ആൾക്കാർ മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും മനസ്സിലുണ്ടാവുന്ന ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒളിമ്പ്യന് ശേഷം വാഴ വരെ, ഇനിയിപ്പോ വാഴ ഒരു ബെഞ്ച് മാർക്കായിട്ട് അവിടെ നിൽക്കുന്നു. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഞാൻ നേരെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ വാഴയിലൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ് ഞാൻ ഇതുവരെ ചെയ്തതിലല്ല. അതേപോലെ തന്നെയാണ് തൊട്ടുമുമ്പ് ചെയ്ത വ്യസന സമയത്തവും, അതിലും വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്കിനി പഴയതുപോലത്തെ മറ്റേ അയ്യോ പാവം അല്ലെങ്കിൽ വീട്ടിലെ നല്ല പയ്യൻ എന്നുള്ള ഇതൊന്നും എനിക്ക് ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു. അതിന്റെ പേര് ആങ്സൈറ്റി അശോക് എന്നാണ്. ഇതിൽ അശോകാണ് ഞാൻ. അതെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതേപോലെ നമുക്ക് ചെയ്യാം. ഇല്ല, അതിപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യങ്ങളൊന്നും ഫൈനൽ ആക്കിയിട്ടില്ല, അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഇപ്പം അതിനെപ്പറ്റി ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല പേര് കേട്ടിട്ട് ഫീൽ ചെയ്യുന്നത്? കുറെ അത്യാവശ്യം പണിയെടുത്തു ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെയാണോ? ഡോക്ടേഴ്സിന്റെ അടുത്ത് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ കുറെ നമുക്കിപ്പോ അങ്ങനെ അല്ലല്ലോ, നമുക്കെല്ലാം ഫോണിൽ കിട്ടുമല്ലോ. കുറെ കാര്യങ്ങൾ റെഫർ ചെയ്തു. പിന്നെ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ആങ്സൈറ്റി എപ്പോഴെങ്കിലും ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ടൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു വാഴക്കകത്ത് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ ഒരു ഡയലോഗാണ് അൽഫോൺസ് പുത്രന്റെ അടുത്ത് പറയുന്നത്, സാറിന് ആള് മാറിപ്പോയെന്നാ തോന്നുന്നത്. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും അഭിനയത്തിലേക്കുള്ള വലിയൊരു എൻട്രി എന്നൊക്കെ പറയും. ഇതിന് മുന്നേയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നതെന്ന് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും പുള്ളിയും ഭയങ്കര കമ്പനിയായിരുന്നു. ആ സമയത്ത് പുള്ളി പെട്ടെന്ന് ടെൻഷനാവും. ചെറിയ ഷൂട്ട് പുള്ളി പുള്ളി പെട്ടെന്ന് ടെൻഷനാവും. കാരണം ഒന്നാമത് ഷൂട്ട് ചെയ്യുന്ന ഇത്രയും ഡയലോഗ്സ് ഉണ്ട്, വലിയ ഡയലോഗ് ഒരുപാട് പറയണം. 17 മിനിറ്റ് 10-12 മിനിറ്റ് എന്തോ ഉണ്ട് ആ സീൻ. അതിനെ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടത്. അപ്പൊ അത്രയും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ മിക്കവാറും ഞാനുമായിട്ടാണ് പുള്ളി എപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് പ്രേമമൊക്കെ ഇടിച്ചു കയറി ടിക്കറ്റ് കിട്ടാതെ വേറെ നാട്ടിലൊക്കെ പോയിരുന്ന് കണ്ടതാ. അപ്പൊ പുള്ളിയായിട്ട് ഇത്രയും ഇന്റിമേറ്റ് ആയി. ഇപ്പൊ ഞാൻ പടം കഴിഞ്ഞപ്പോ വിളിച്ചപ്പോഴും പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി പല പടങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്തെങ്കിലും പുള്ളി ഇതില് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടവും ഈ രീതിയിൽ എത്തിയപ്പോ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട്. എനിക്ക് ലാസ്റ്റ് 2 ഹിറ്റ് പടങ്ങളിലും പുള്ളിയുടെ സാന്നിധ്യമുണ്ട്. സർവമായ ഇതിലുണ്ട്. 200 കോടിയാ. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 200 കോടി കളക്ട് ചെയ്തു എന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം വന്നത് കേരളത്തിൽ നിന്ന് മാത്രം 100 crores കളക്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ ഒരു ടീം എങ്ങനെ ഇത് അറിയൂ ഇത്രയും പോകുന്നു? നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഹിറ്റ് ആവും അറിയാമായിരുന്നു. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാ, ഫുൾ വായിച്ചതാ. എനിക്ക് സംഭവം വർക്കാണ്, സംഭവം ഹിറ്റാണെന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. പിന്നെ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ്റെ അടുത്ത് അതൊന്നും നോക്കണ്ട, പരിപാടിയും കയറും, സംഭവം സെറ്റാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോഴും പറയും വിനായകനും ബിജുക്കുട്ടൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കാവും. പുള്ളിക്ക് അത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളായിരുന്നു. അല്ല പുള്ളി പറഞ്ഞ എല്ലാ കാര്യവും ലിറ്ററലി തിയേറ്ററിൽ വന്നപ്പോൾ അത് വർക്കാണ്.
നേരത്തെ ഹിറ്റാണെന്ന് അറിയായിരുന്നു, ഉറപ്പായിട്ട് ഹിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇത്രയും രീതിയിൽ അക്സെപ്റ്റൻസ് വരുമെന്നും തിയേറ്ററിൽ 3-4 പ്രാവശ്യം തിയേറ്ററിൽ ഒരാൾ പോയി സിനിമ കാണും എന്നുള്ളതൊന്നും പ്രതീക്ഷിതയില്ല. നമ്മൾ കണ്ണ് നിറഞ്ഞിട്ടൊക്കെയാണ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പോകുന്നത്. വാഴ 3 അനൗൺസ് ചെയ്തു. എപ്പോഴെങ്കിലും കുട്ടേട്ടനൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? കുട്ടേട്ടന് യുവാക്കൾക്കിടയിൽ വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞു അതിന്റെ കഥയോ ഒന്നും ആയിട്ടില്ല, ഒരു കോൺസെപ്റ്റും ഒരു ഐഡിയയും മാത്രമാണ്. ഇപ്പം അതിന് ബാക്കി പരിപാടികൾ എഴുതണം. വിശ്വൻ എന്ന് പറഞ്ഞ വിപിൻ ചേട്ടൻ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിശ്വനാണ് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു വാഴ 1ഉം 2ഉം ഒക്കെ ആളുടെ അസിസ്റ്റൻസ് ചെയ്തത്. അല്ല 1 ചെയ്തത് അസിസ്റ്റന്റ് അല്ല, ആനന്ദ് വേറെ ആളാണ്. സവിൻ വിപിൻ ചേട്ടൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ്. അതിനുശേഷം ഇപ്പം ചെയ്യുന്നതും പുള്ളിയുടെ റൈറ്റിങ്ങും ഡയറക്ഷനിലും അസിസ്റ്റ് ചെയ്ത വിശ്വനാണ് ചെയ്തത്. ഈ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചായിരിക്കുമോ? ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സിനിമകളും പ്രതീക്ഷ പോലെ വർക്ക് ആവാതെ പോയിട്ടായിരിക്കും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തതെന്നുള്ളത്. എന്നാൽ കണ്ടിന്യൂസ്ലി പടങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിനൊരു തിരിച്ചൊരു റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? നമ്മൾ ചെയ്തു പക്ഷെ നമ്മളെ തിരിച്ചറിയപ്പെടുക, നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയുക എന്നുള്ള സാധനം. അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ്? കുറച്ചുകൂടെ ഒന്ന് നോക്കി തെരഞ്ഞെടുക്കാനാണോ അതെയോ വരുന്നത് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണോ? വരുന്നത് ചെയ്യാന്നുള്ളതല്ല, അത് പണ്ടും അങ്ങനെയല്ല. നമ്മൾ ചിലപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കണക്ട് ആവുന്നതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ ചെയ്ത സിനിമകളെല്ലാം. ബട്ട് അത് എല്ലാ സിനിമയും വർക്ക് ആവണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന എല്ലാ സിനിമയും പോകണമെന്നില്ല. നമുക്ക് ഇപ്പൊ ഇനി അങ്ങോട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മാറണം. ഈ അരുൺ എന്നുള്ള ക്യാരക്ടർ ഇത്രയും കാലം കണ്ടതുപോലത്തെ ഉള്ള ഒരാളല്ലാത്ത സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനായിട്ടും കൂടുതൽ പ്രിഫറൻസും പ്രയോറിറ്റിയും കൊടുക്കാറ്. ഈ സ്വയം എവിടെ പ്ലേസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം എവിടെ പ്ലേസ് ചെയ്യുന്നു ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തായിട്ട് പ്ലേസ് ചെയ്യുന്നു? നായകൻ, വില്ലൻ, സഹനടൻ, മേ ബി ഒരു കൊമേഡിയൻ, എന്തായിട്ടായിരിക്കും മേ ബി? മലയാളത്തിലൊരു നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്ലേസ് ആവണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ പലപ്പോഴും, അതായത് എനിക്ക് തോന്നുന്നൊരു കുറേ കാലം മുമ്പേ, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ചെയ്ത ഇന്റർവ്യൂവിൽ പോലും ഞാൻ പറയുന്നുണ്ട്, എനിക്ക് വിജയരാഘവൻ സാറിനെ പോലെയും അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആവുക അല്ലല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്, എനിക്കിപ്പം ഞാൻ ചെയ്യാത്ത സംഭവങ്ങൾ ചെയ്യണം, അത് എക്സ്പ്ലോർ ചെയ്യണം, അത് കൂടുതൽ മാറ്റങ്ങളോടെ കൂടി ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ അതായത് നല്ലൊരു ആക്ടർ എന്താണെങ്കിലും എന്ത് കൊടുത്താലും ആയിരിക്കും എന്നുള്ളൊരു രീതിയിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സിനിമ മോശമാണ് പക്ഷെ ജഗദീഷ് ശ്രീകുമാർ ഗംഭീരമായിട്ടുണ്ട്, സിനിമ മോശമാണ് പക്ഷെ വിജയരാഘവൻ സൂപ്പർ ആയിട്ടുണ്ട്. ഈ അവർ ഒരിക്കലും ഒരു സിനിമകളിലും മോശമാകുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നടന്മാരുടെ. മലയാളത്തിൽ ഒരു നടന്മാരും അങ്ങനെ ആവുന്നില്ല. മിക്കവാറും ഉള്ളവരെല്ലാരും ഞാൻ കണ്ടു വളർന്നതും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ പേരെടുത്ത് പറഞ്ഞപ്പോ ഞാൻ ആ രണ്ടുപേരെ പരാമർശിച്ചുള്ളൂ. നമ്മുടെ നടന്മാരെല്ലാരും സൂപ്പറാണ്. എന്റെ ചെറുപ്പം തൊട്ടേ എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറയും, എന്റെ കൂടെ എല്ലാ സ്ഥലത്തും വന്ന അച്ഛനാണ്. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറയും, ചില സിനിമകൾ നമുക്ക് അറിയാൻ പറ്റും, ചെല്ലുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതെന്തോ പാളിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ അപ്പൊ ഞാൻ അങ്ങനെ അച്ഛാ ഇത് പ്രശ്നമാണല്ലോ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, നീ നിന്റെ കാര്യം കറക്റ്റായിട്ട് നോക്കുക. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഭാഗം ക്ലിയർ ആയിരിക്കും. നമുക്ക് ആ സിനിമ കാണുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എന്താണെങ്കിലും അതൊക്കെ പ്രേക്ഷകന്റെ അഭിപ്രായത്തിന് വിടുക, പക്ഷെ അവൻ മോശമാണെന്ന് പറയരുത് എന്നുള്ളത് മാത്രം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ടോട്ടാലിറ്റിയിൽ വരുമ്പം ഒരുപാട് ഫാക്ടേഴ്സ് വരുമല്ലോ, ഫാക്ടേഴ്സ് ചിലപ്പം വർക്ക് ആവാം, നമ്മുടെ കയ്യിലല്ല ആക്ച്വലി. ഈ നേരത്തെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞു പ്രേമം കാണാൻ വേറെ സംസ്ഥാനത്ത് പോയി, വേറെ തിയേറ്ററിൽ വേറെ കുറെ ദൂരം പോയി. അങ്ങനെ ഒരു സിനിമ എന്റെ പരിചയത്തിലുള്ള ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ചില ഈ ഹോളിവുഡ് മൂവീസ് അല്ലെങ്കിൽ ചില വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് കോയമ്പത്തൂർ തിയേറ്ററിലൊക്കെ പോയിരുന്നു, അത് കാണാൻ വേണ്ടി മാത്രം അവിടെ പോകുന്ന, ഹൈദരാബാദ് പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക, സിനിമ കാണാൻ വേണ്ടി? എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏരീസിൽ വലിയ സ്ക്രീൻ വന്നപ്പോഴത്തേക്കും ചില സിനിമകൾ അവിടെ നിന്ന് തന്നെ കാണണമെന്ന് തീരുമാനിച്ച് പോകാൻ. പിന്നെ ഈ പറഞ്ഞ ഐമാക്സ് വന്നപ്പോഴത്തേക്കും ഐമാക്സിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കോയമ്പത്തൂർ അങ്ങനെ ഇങ്ങനെ അതിനു വേണ്ടി അങ്ങനെ പോയിട്ടില്ല. സിനിമ കാണുമ്പം മാക്സിമം കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൽ കാണുക, അതിൽ കുറഞ്ഞ് കാണണ്ട എന്ന്. ബെസ്റ്റ് നമുക്ക് വേറെ തിയേറ്ററിലുണ്ടാവും, അവിടെ ടിക്കറ്റ് ഇഷ്ടം പോലെ കാണും, അത് വേണ്ട, ഇത് മതി, ഇതിൽ തന്നെ കാണാന്നുള്ളതുണ്ട്. അങ്ങനെയാണ്. ഇത് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഡെസ്റ്റിനേഷൻ നോക്കി ഇപ്പൊ ചില എത്ര കിലോമീറ്റർ ഓടിയാലും അവിടെ കിട്ടുന്ന കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ചില മസാല ദോശകൾ കഴിക്കുക, അല്ലെങ്കിൽ ചില ബീഫ് കറികൾ കഴിക്കുക. അങ്ങനെ ഈ ഫുഡിന് വേണ്ടി യാത്ര ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം ചോദ്യമുണ്ട്, ഞാൻ
ബാലിയിലൊക്കെ പോയ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്ത് എത്തുന്ന സ്ഥലത്തുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക്. ഞാൻ നേരത്തെ അങ്ങനെ എവിടെ പോയിരുന്നാലും ഇപ്പൊ കേരളത്തിന്റെ എവിടെയാണെങ്കിലും ഇപ്പൊ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം. അവിടെ എനിക്ക് ചോറ് വേണം അല്ലെങ്കിൽ ഈ കേരള ഫുഡ് വേണം, എനിക്ക് ഒന്നുമില്ല. എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കുക. അവിടുത്തെ ഈ പറഞ്ഞ പാവ് ഭാജി, അവിടുത്തെ എനിക്ക് ബോംബെയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ നോർത്ത് ഇന്ത്യൻ പാവ് ഭാജി ഇവിടെ കിട്ടുന്ന പോലെയല്ല, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ അവിടുത്തെ ഫുഡ് കൂടുതൽ കഴിക്കുക, അതിലെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാന്നുള്ള ഒരാളാണ്. അതാണ് കഴിച്ചതിൽ വിയേർഡായിട്ടൊരു ഫുഡ് പറഞ്ഞ ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ പോയപ്പോഴത്തേക്ക് 1-2 ഇതുണ്ടായിരുന്നു. അത് വിയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് നമുക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ വിയേർഡായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതെ, കഴിക്കാത്ത ഒരു സാധനം കഴിച്ചിട്ടില്ല. അല്ല, അവിടുത്തെ നമ്മള് ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും എല്ലാം കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റും ഇതുമായിട്ട് നമുക്കൊരു എന്തോ ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യും. ഈ മറ്റേ പ്രോൺസ് ഒക്കെ അവര് അതേപോലെ വേവിച്ച് ഇങ്ങനെ കൊണ്ടുവയ്ക്കും, ബട്ട് സ്റ്റിൽ അത് കഴിച്ചു നോക്കും ഞാൻ. അപ്പൊ വിയേർഡായിട്ടുള്ള സാധനത്തിലേക്കൊന്നും പോയില്ല. അതെനിക്ക് എന്റെ അനിയത്തി പക്ഷെ അതേപോലത്തെ കാര്യത്തിലൊക്കെ നോക്കും, ട്രൈ ചെയ്തിട്ടുണ്ട്. അവള് തായ്ലാൻഡിലൊക്കെ പോയിട്ട് ഈ മുതലേക്ക് എന്താണ് നോർമല് മീറ്റ് പോലെയൊക്കെ തന്നെ, ചിക്കൻ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയ സ്ഥലത്തുനിന്ന് അങ്ങനത്തെ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഞാൻ അധികം പോയില്ല. അതുകൊണ്ടായിരിക്കണം ചിലപ്പം മനസ്സിന് എന്ത് തോന്നുന്നു അറിയില്ല. അപ്പം അവരുണ്ടാക്കി വെക്കുന്ന രീതി കണ്ടിട്ട് ചിലപ്പോ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. അതെ, ശരിയാണ്. നല്ല മണം കടിച്ചു കഴിയുമ്പോ പറയാൻ പറ്റില്ല. ഈ ഒരുപാട് യാത്ര സിംഗിൾ ആയിട്ടാണോ? ചില ഫോട്ടോയിൽ ഞാൻ വൈഫുമായിട്ട് പോകുന്നത് കണ്ടു. എങ്ങനെ കൂടുതൽ യാത്ര ചെയ്യുന്നത് സിംഗിൾ ആയിട്ടാണ്? അല്ല, വൈഫുമായിട്ടായിരിക്കും കൂടുതൽ. നമ്മള് ഇന്റർനാഷണൽ ട്രിപ്പുകളെല്ലാം വൈഫായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശ്രുതി എന്നാണ് വൈഫിന്റെ പേര്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യും എവിടെ പോകണം എന്നുള്ള പ്ലാൻ ചെയ്ത് അതിൽ നമ്മൾ സോർട്ട് ചെയ്ത് ഡെസ്റ്റിനേഷൻസ് നോക്കി ഇന്ന സ്ഥലത്ത് പോകുക. ബാലി പോകണമെങ്കിൽ ബാലിയിൽ ഇന്ന സ്ഥലങ്ങൾ കാണണം, മസ്റ്റായിട്ട് കാണണം, അല്ലെങ്കിൽ പോകണം എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങിനോട് കൂടിയാണ് ഇപ്പോഴും ട്രാവൽ. വൈഫ് ഏത് ഫീൽഡാണ്? അത് IT മേഖലയിലാണ്. IT മേഖല. ട്രിവാൻഡ്രത്ത് അല്ല, പുള്ളിക്കാരി പാലക്കാട് നിന്നാണ്. ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്താണ്. നിന്നും ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും അത്? ഞാൻ മിക്കവാറും ട്രിവാൻഡ്രത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ടപ്പിന് പോകാൻ വന്നിട്ട് എവിടെയെങ്കിലും പൊന്മുടി അല്ലെങ്കിൽ നമ്മള് ആലപ്പുഴ അങ്ങനെയൊക്കെ പോയി അവിടെ ഫ്രണ്ട്സ്, അതൊക്കെ ചിലപ്പം പെട്ടെന്നുള്ള പ്ലാനൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അപ്പൊ അത് ടപ്പനെ പോവുക, അവിടെ അത് വേറെ ഒന്നല്ല, ആലപ്പുഴ പോയി മറ്റേ ഷാപ്പിലെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുക, അവിടെ ഒന്ന് ചില്ല് ചെയ്ത് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു തരിക. സുഖമാണല്ലോ. നാടൻ ഫുഡിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. ഈ ലൈഫിൽ ഒരു നമ്മൾ പോകുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് വർക്കൗട്ട് ആവാത്ത ചില സമയങ്ങൾ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും വർക്കൗട്ട്. ഇപ്പൊ നമ്മൾ സിനിമ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം പല പടങ്ങളും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വർക്കൗട്ട് ആവുന്നില്ല. എന്നാൽ ഒരു മെയിൻ സ്ട്രീം സിനിമകളുടെ ഭാഗമല്ലാതെ ആ സിനിമകളൊക്കെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ വർക്കൗട്ട് ആ സിനിമകൾ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന സിനിമകളുണ്ട്. നമ്മൾ ഏറ്റവും ഹിറ്റ് ആവുന്ന മെയിൻ സ്ട്രീം സിനിമകൾ മാത്രമാണ് ചർച്ചകൾ, പേരുകൾ പരാമർശിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ മാറിപ്പോകുന്നു. അപ്പം നമുക്കൊരു പരിഗണനയിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു പ്ലാൻ ബി ലൈഫിലുണ്ടോ എന്തെങ്കിലും? ഏത് കാര്യത്തിലാണല്ലോ ഒരു പ്ലാൻ ബി കൊണ്ടു നടക്കുന്ന ആളാണ്? പ്ലാൻ ബി ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സിനിമ തന്നെയാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ്. വർഷത്തിൽ 3 പടം എന്ന് പറയുന്നത് വലിയ ഇതല്ലല്ലോ. അപ്പം ചെയ്യുമ്പോഴും പ്ലാൻ ബി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അച്ഛൻ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് ഞാനിപ്പം വയ്യാതിരിക്കുകയായിരുന്നു. അച്ഛൻ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയായിരുന്നു. അപ്പം അതിനുശേഷം അച്ഛൻ വയ്യാതായ തൊട്ട് അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇരിക്കുന്ന കടയാണ്. ഞാൻ വീട്ടില് ഹാർഡ്വെയർ, പൂജപ്പുര തന്നെ ഹാർഡ്വെയർ, ഒരു ഇരുമ്പ് കട, സാധാരണ ഒരു ചെറിയ കടയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരിക്കാറില്ല. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ചെറുപ്പം മുതലേ കട നോക്കിയിട്ടുള്ളത്, നിന്നിട്ടുള്ളത് കൊണ്ടൊക്കെ അറിയാം. അത് ഒരു പാരലലി മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു അച്ഛൻ 40 വർഷമായിട്ട് നടത്തിയൊരു സ്ഥാപനമാണ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതൊരു പ്ലാൻ ബി എന്നല്ല, ബട്ട് അത് എപ്പോഴും കാണും. അത് ഫാമിലി അതേ രീതിയിൽ അങ്ങനെ പോവാണ്. സിനിമ തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റി. സിനിമയെ വിട്ടിട്ട് ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സിനിമയിൽ അഭിനയം മാത്രമല്ല വേറെ മേഖലയും നോക്കാത്തത്. അതിന് സമയം ഞാൻ പാസ് ചെയ്തിട്ട് അല്ല, അത് എനിക്ക് തോട്ടിലുണ്ട്. എനിക്ക് വേറെ ചെയ്യണമെന്നുണ്ട്. ബട്ട് അതിനനുസരിച്ചുള്ള എഴുത്ത്, ഡയറക്ഷൻ, അതെ രണ്ടും ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന്റെ
കാര്യങ്ങൾ ഇപ്പോഴൊന്നും ഒന്നുമില്ല, ഇപ്പം ക്ലീൻ ആണ്, ഒരു ചർച്ചയില്ല, ഒന്നുമില്ല, ഒരു തോട്ടുമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് അത്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ അച്ഛന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ആദ്യം തൊട്ടേ ലൊക്കേഷനിലൊക്കെ വന്നിരുന്നത് അച്ഛനാണ്. അപ്പൊ ഒരു ഉയർച്ച താഴ്ചകളൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വാഴയുടെ ഒരു സക്സസ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കരിയറിന് ഒരു ബ്രേക്ക് പോലെ വന്ന് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെ തന്നെയായിരുന്നു. എന്താ പറ്റിയ അച്ഛന് ഡയബറ്റിക് ഇഷ്യൂസ് കുറെ കാലമായിട്ട് ഉണ്ട്. അറൗണ്ട് ഒരു 35 years ആയിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് വന്ന് അത് കിഡ്നിക്ക് എഫക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കാറ്. അങ്ങനെയാണ്. ആ 2 ഫോട്ടോ ഇട്ടേക്കുന്ന അച്ഛൻ, ഒരെണ്ണം മെലിഞ്ഞതും ഇൻസ്റ്റയില്, അത് പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയാണ്. അത് ലാസ്റ്റ് 3 years ആയിട്ട് വയ്യാതിരുന്നതിന്റെ ഒരു ചേഞ്ചസ് അതിലാണ്. അതാണ് പുതിയ ഫോട്ടോയിലുള്ളത്. വീട്ടുകാർ പടം കണ്ടിട്ട് എന്ത് പറഞ്ഞു? കാരണം ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഹിറ്റ് ആവുന്ന ഒരു സിനിമയിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വരുന്നു, ഒരു കരിയർ ബ്രേക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തുന്നു, എന്ത് പറയും വൈഫ് അമ്മയൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ മിസ് ചെയ്യുന്ന അച്ഛൻ്റെ ഒരു എലിമെന്റ് എന്ന് പറയുന്നത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛനായിരുന്നു. എൻ്റെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന അച്ഛനാണ്. എല്ലാ കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്തുന്ന അച്ഛനാണ്, കുറ്റങ്ങൾ പറയുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അച്ഛൻ, ഞാൻ എന്ത് ചെയ്താൽ അച്ഛന് കുറ്റം പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയാം, അതല്ല, നിന്റെ നല്ലത് പറയാൻ ഒരുപാട് പേരാണ്, നമ്മൾ നല്ല വശങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരാണ്, പക്ഷെ നിന്റെ നെഗറ്റീവ്സ് തിരുത്തി തരാൻ ആരും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അത് പറയുന്നത്. പിന്നെ ഞാനത് മനസ്സിലാക്കി, ശരിയാണ്. അപ്പം അങ്ങനെ ഒരു ക്രിട്ടിക്കാണ്. അമ്മയും ഓഫ്കോഴ്സ് അമ്മയും വൈഫും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സിസ്റ്ററും എല്ലാവരും പോയി പടം കണ്ടിട്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഒബിയസ്ലി ഇങ്ങനെ ഒരു പടം ഇത്രയും ഹിറ്റായി, അതിൽ എൻ്റെ ക്യാരക്ടർ രജിസ്റ്ററായി, ടോട്ടലി ആ സിനിമയുടെ മൂഡ് വേറെയാണ്. എല്ലാവർക്കും പടം കണക്റ്റായി. അത് അവരെല്ലാം ഭയങ്കര ആ സക്സസിൽ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ സക്സസിൽ ഹാപ്പിയാണ്, സക്സസിലും കൂടെ ഉണ്ട്, എല്ലാ സമയത്തും കൂടെ ഉള്ളവരാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളെ ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ള. അച്ഛനെ ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഈ സിനിമയില് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് പറഞ്ഞു വെച്ച് നമ്മൾ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന ഒരു വേഷം, ആ വേഷം തലേ ദിവസം മാറിപ്പോകുന്നു, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? ഒരുപാട് അത് ഉണ്ടായിരുന്നു. ഭയങ്കര നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്ന? നേരത്തെ പറഞ്ഞതിനെക്കാട്ടും നിരാശ അവിടെയാണ്. നമ്മള് ഒരു കാര്യം ചെയ്തിട്ട് അത് വർക്കാവില്ല എന്നുള്ളത് പിന്നെയും കുഴപ്പമില്ല. നമ്മൾ അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഡേറ്റ് തന്ന്, എനിക്ക് 15 ദിവസം ഷൂട്ടിന്റെ ഡേറ്റ് തന്ന്, ഡേറ്റ് വരെ മാർക്ക് ചെയ്തിട്ട് മറ്റന്നാൾ തിരിക്കേണ്ട ദിവസം ഇന്ന് വിളിച്ചിട്ട് വേണ്ടാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്ന് പോലും. അപ്പൊ അതൊരു ഭയങ്കര വിഷമാണ്. അത് എന്തായിരിക്കും എന്ന് പോലും അവർ പറയത്തില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ഒരു വേഗമായിട്ടുള്ള രീതിയിൽ പോകും. ബട്ട് അത്രയും വിളിക്കുന്നു, കഥ പറയുന്നു, കഥ പറഞ്ഞു, ഓക്കെ, ക്യാരക്ടർ നറേറ്റ് ചെയ്യുന്നു, എല്ലാം ഓക്കെ. അത് കഴിഞ്ഞ് ഇത്ര ദിവസം ഡേറ്റ് മാർക്ക് ചെയ്ത് എല്ലാം അയച്ചു തരുന്നു, എല്ലാം ഫിക്സ് ചെയ്ത് മാറുന്നത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്താണെന്ന് അറിയാത്തതിലുള്ള വിഷമാണ് സത്യം പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ ഇന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന. ചില സ്ഥലത്ത് ഞാൻ ഓഡിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ക്യാരക്ടറിന് ചിലപ്പോൾ ആ ഏജ് കണക്ട് ആവില്ല, ചിലപ്പം കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവർ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴും ഓഡിഷൻസ് ഒക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചാൻസസ് ചോദിക്കുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സിന് ആപ്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സീൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറയും, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ചിലതൊന്നും വർക്കാവില്ല. കാരണം ചിലപ്പോൾ ആ സീൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ഇത് എൻ്റെ ഏജിന് പറ്റിയതല്ല. എന്നാലും നമുക്കത് ചെയ്യാനുള്ളതിന്റെ മാക്സിമം ഒരു വേരിയേഷൻസ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനല്ല ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒളിമ്പ്യൻ? അല്ലല്ല, നമുക്കൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അല്ല, ഇനിഷ്യേറ്റീവ് എടുത്ത് അച്ഛനല്ലേ കൊണ്ടുവരുന്നത് സിനിമയിലേക്ക്, ആദ്യം അയക്കുന്ന? അല്ലല്ല, അങ്ങനെയല്ല. സിനിമയിലേക്ക് വന്നത് ഞാൻ സ്കേറ്റ് ചെയ്യുമായിരുന്നു. അത് അച്ഛനാണ് എന്നെ കൊണ്ട് സ്കേറ്റിംഗിന് ചേർത്തത്. അപ്പൊ സ്കേറ്റിംഗ് പഠിച്ച് ഈ വണ്ടിയുടെ അടി കൂടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. അപ്പൊ അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയം, അന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ലൈഫ് ടേണിംഗ് പോയിന്റ് അവിടെയാണ്. ഏഷ്യാനെറ്റില് നികേഷ് കുമാർ അന്ന് ഏഷ്യാനെറ്റില് പുള്ളിയാണ് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ആ ഇന്റർവ്യൂ ചെന്നൈയിലിരുന്ന് ബദ്രൻ സാറ് കണ്ടു. ബദ്രൻ സാറ് എന്നെ അന്വേഷിച്ച് വന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. എൻ്റെ കൊച്ചച്ഛനെയാണ് കണക്ട് ആക്കിയത്. അപ്പോൾ കൊച്ചച്ഛനാണ് എന്നെ വിളിച്ചോണ്ട് പോയി, ഒരു സ്ഥലത്ത് പോകണമെന്ന് എന്നെ വിളിച്ചോണ്ട് പോയി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിച്ചതും ഇല്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്, നിന്റെ സ്കേറ്റിംഗ് കണ്ടു, അപ്പം അത് ലാൽ സാറിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. തൽക്കാലം ആരടുത്തും പറയണ്ട എന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ വന്നു, ആരടുത്തും പറയണ്ട, ഓക്കെ ഡൺ സെറ്റ്. അന്ന് എനിക്ക് നല്ല പ്രായം കുറവാണ്, എനിക്ക് 7 വയസ്സ് എന്തൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് 10ാമത്തെ വയസ്സിലാണ് ഷൂട്ട് തുടങ്ങിയത് ശരിക്കും.
അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ട് ആ ക്യാരക്ടർ അങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മോൾഡ് ചെയ്താണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനെയാണ്. അപ്പം അച്ഛനാണ് കൊണ്ടുപോയത് സേലം ഏർക്കാട് പോയി. അങ്ങനെയല്ല ഞാൻ ആ ഏരിയയോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അല്ല അത് ഇങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സിനിമ എന്നുള്ള ആഗ്രഹിക്കാൻ പോലും സമയമല്ല ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വളർന്നു വരുമ്പോ തന്നെ നമ്മൾ സിനിമയിലായി. അതെ, ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമയിലാണ്. ഒരു അന്നത്തെ സ്കൂളിലൊക്കെ ഒരു താര പരിവേഷമായിരുന്നിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞു. ഒളിമ്പിന് ഇറങ്ങിയപ്പം ഭയങ്കര ഇതായിരുന്നു. ഒളിമ്പിന് ഇറങ്ങിയപ്പോൾ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സിനിമ ആരും നമ്മളെ ഹീറോ എന്നൊക്കെ പിള്ളേർ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ നേരത്ത് പറയുന്നത് കുറെ ഇൻസിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ തിയേറ്ററിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റി എന്നെ കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു, എനിക്കതൊക്കെ മറക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടോ, ഇവൻ ഇത്രയും കുറിച്ചൊക്കെ ഇവന് നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇമോഷണലി ആൾക്കാർ ഭയങ്കര കണക്ട് ആവും സിനിമയിൽ. അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട്. അത് എത്ര വർഷം മുമ്പ് എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണം, ഇവരെന്നെ കണ്ട ഇപ്പൊ അടിക്കും. ഞാൻ ആ പേടിച്ചിങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഒരു നോട്ടം, നീ ഞാൻ തന്നെ. അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് വിളിക്കുന്നുണ്ട്. ഈ ജഗദീഷ് ശ്രീകുമാർ സാറൊക്കെ ആയിട്ട് ജഗദീഷ് സാറുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അതിലില്ലെങ്കിലും പ്രിയത്തിലുണ്ട്, മീശമാധവനിലുണ്ട്. നമ്മൾ കുറെ 2-3 പടത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. മീശമാധവനിലൊക്കെയാണ് നല്ല കണക്റ്റഡ് ആയിരുന്നു പുള്ളിയായിട്ട്. പുള്ളി അന്നൊക്കെ മീശമാധവൻ അഭിനയിക്കുന്ന സമയത്ത് 2 വർഷമായി പുള്ളി നാട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ പുള്ളി നമ്മള് കുറച്ച് ക്യാഷ് തന്നു വിടും, അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഫാമിലി വന്ന് കളക്ട് ചെയ്ത് വന്നൊക്കെ അങ്ങനത്തെ ഓട്ടത്തിലായിരുന്നു പുള്ളി. അത്ര തിരക്ക്? അതെ, പുള്ളി അത്ര ഓട്ടത്തിലായിരുന്നു. 2 വർഷം വീട്ടിൽ പോയിട്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടക്കും. അടുത്ത ലൊക്കേഷനിൽ നിന്ന് 2 വണ്ടി വരും. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റ് കൊടുത്ത വണ്ടിയും, മറ്റേ വണ്ടി ഇനി ഡേറ്റ് കൊടുത്തൊരു വന്നില്ലെങ്കിൽ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞാൽ വരുന്ന വണ്ടിയാണ്. വേറെ എന്തൊരു തിരക്കുള്ള മനുഷ്യനല്ലേ. അയ്യോ, അങ്ങനെ ഓടിയിരുന്ന ആളാ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മീശമാധവനിലാണെന്ന് തോന്നുന്നത്. ആ ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അല്ല, ഇനി മറ്റേ വണ്ടി വന്നില്ലെങ്കിൽ നമ്മൾ വണ്ടി കയറി അവിടെ ഷൂട്ട് ചെയ്യാം. വീട്ടിലേക്ക് തരാൻ വേണ്ടി ക്യാഷ് വന്നു സമയത്ത് വീട്ടിൽ നിന്ന് അവര് വന്ന് ഡ്രൈവർ വന്ന് കളക്ട് ചെയ്യും. അല്ല, അതാണ് പറഞ്ഞത്. അത് പുള്ളിയായിട്ട് അന്ന് ഇപ്പോഴും ഞാൻ പുള്ളി വയ്യാതെ എപ്പോഴും 2-3 പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അപ്പം പുള്ളി അങ്ങനെ ഇരിക്കുമ്പോഴും ചോദിക്കും, ഡ്രൈവറോ അല്ലെങ്കിൽ മാനേജർ ആരെങ്കിലും ഇവനെ മനസ്സിലായെന്ന് നോക്കുമ്പോഴത്തേക്കും നോക്കിയിട്ടാണ് തലയാട്ടും. അറിയാം. ഇനി ഞാൻ ഈ സൈക്കിളിലൊക്കെ അഭിനയിക്കാൻ പോയപ്പം പുള്ളിയാണ് എനിക്ക് മുരളി സാറിനെയൊക്കെ പരിചയപ്പെടുത്തി. ഇവനെ അറിഞ്ഞൂടെ, നമ്മൾ കൊച്ചിറക്കം പണ്ട് ചക്രശൂരിൽ പോയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ ബോംബെയില്. അതൊക്കെ എനിക്ക് എവിടെ വെച്ച് കണ്ടെന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് സൈക്കിളൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ്. പിന്നെ സൈക്കിളിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടറായിരുന്നു. അതെ, പടവും വിനീതന്റെ അതേ പടം, ഫസ്റ്റ് പടം. ജോണി ആന്റണി എൻട്രി ഫസ്റ്റ് പടം. ഈ ഒളിമ്പ്യന്റെ ഒരുപാട് കേട്ട ചോദ്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു ലാലേട്ടനായിട്ടുള്ള എന്തെങ്കിലും ഉള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ മെമ്മറി, ഞാൻ മോഹൻലാൽ എന്ന നടനെ ആദ്യമായിട്ട് കാണുന്നത് ഒളിമ്പില്ല. ചെറുപ്പം മുതലേ നമുക്ക് അറിയാം, സാറിനെ അറിയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് പുള്ളി ഒരു പില്ലറിൽ ഇതിൽ കൈയും വെച്ചിട്ട് സീൻ പേപ്പർ വായിക്കുന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതും എനിക്ക് കറക്റ്റ് ഡ്രസ്സ് ഓർമ്മയുണ്ട്. അതായത് നിലാപ്പൈതിലെ പാട്ടിന് തൊട്ട് മുമ്പുള്ള എന്തോ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. ആ ഡ്രസ്സിലാണ് വിളിക്കുന്നത്. അപ്പൊ എന്നെ ഇനി നോക്കുന്നുണ്ട്, കാരണം ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ ഞാന് മറ്റേ ആദ്യമായിട്ട് ലൈഫിൽ കോട്ടൊക്കെ ഇട്ട് മറ്റേ റോബോട്ടിനെ പോലെ നടക്കാണ്. എനിക്ക് അല്ല, സേലം ഏർക്കാട്. അപ്പൊ പുള്ളി എന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പോയത് അത് എനിക്കിപ്പോഴും ആ ഒരു മെമ്മറി ആയിട്ടിരിപ്പുണ്ട്. അതിനുശേഷമാണ് ബദൻ സാർ എന്നെ വിളിക്കുകയും ഇവനാണ് നമ്മൾ ടോണി ഐസക് എന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് വേറൊരു ജേണി ആയിരുന്നു. ലാൽ സാർ എപ്പോഴും സീനൊക്കെ മുമ്പ് അടുത്ത് നിർത്തിയിട്ട് നിന്റെ സ്കേറ്റിംഗ് ഇങ്ങനെ പഠിച്ചത്, എന്താണ് കാര്യം, അതിനെപ്പറ്റി ചോദിക്കുക, വീട്ടിലെ കാര്യം ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും ചില്ലാക്കിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പുതുക്കാറുണ്ട്? കാണാൻ സാറിനെ അങ്ങനെ ഞാൻ വിളിക്കാറില്ല, ബട്ട് കാണാറുണ്ട്. നമ്മൾ എവിടെ കാണാൻ കിട്ടുന്ന ഒരു അവസരം, ഇപ്പൊ അമ്മ മീറ്റിങ്ങിനാണെങ്കിലും കുടുംബസംഗമത്തിനാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും പോവുക കാണുക എന്നുള്ളതുണ്ട്. അത് കാണാറുണ്ട്. അപ്പൊ അല്ലാതെ സ്ഥലത്ത് വെച്ച് കാണുമ്പോഴും പെട്ടെന്ന് ഈ ഒരു ഗ്ലാൻസ് ഉണ്ട്, അതെങ്ങനെ നോക്കിട്ടാ അതാ ഈ ഒരു സംഭവം ഉണ്ടാവും. അതാ എന്ത് സുഖം തന്നെ, എന്താണ് ആ ഒരു ഇപ്പോഴും ഉണ്ട്, ആ ഒരു സ്നേഹം. അതെ.
ഒരു വല്ലാത്ത ഓർമ്മകളാണല്ലോ പറയുമ്പോൾ. ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ലോ ഒരുപാട് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമാണ്. ഞാൻ എല്ലാവരെയും ചെറുപ്പം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ചെറുപ്പം, ലാൽസാനെ ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി സാറിന്റെ ചെയ്തിട്ടുണ്ട്, ജയറാമേട്ടന്റെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ദിലീപേന്റെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെറുപ്പം. ആ സമയത്തൊരു എനിക്ക് നിങ്ങൾ കുറച്ചുപേരുണ്ടായിരുന്നുള്ളൂ. അതെ, കുറച്ചുപേരെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു, ഒരുപാട് ഓർമ്മകൾ വന്നു. ഈ ഒളിമ്പ്യൻ ആന്റണിയുടെ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യുന്നു. ഇനിയിപ്പോ കുട്ടേട്ടനാണ്. ഈ കുട്ടേട്ടന്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ഉടനെ പറ്റണം. ഇത്രയും ഗ്യാപ്പില്ലാണ്ട് ഉടനെ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം പൊന്നാവട്ടെ. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.